പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. വളരെ സുന്ദരമായ മറ്റൊരു പ്രഭാതം. ഞായറാഴ്ചയാണിന്ന്. ഒരു ആഴ്ചയുടെ ആരംഭ ദിവസമാണ് ഞായറാഴ്ച. ഇന്നലെ കൊണ്ട് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ വചനങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അത് ഇന്ന് ആവർത്തിക്കുകയാണ്. അതായത് 9-ാം തീയതി മുതൽ 14-ാം തീയതി വരെ പഠിച്ച വചനങ്ങൾ ഇന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. സന്തോഷത്തോടെ ആയിരിക്കാം. നല്ലൊരു ഞായറാഴ്ച ആയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് ഡേ വിത്ത് ജീസസ് ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. അപ്പോൾ നമ്മൾ 9-ാം തീയതി പഠിച്ച വചനം, അത് യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 14-ാമത്തെ വചനമായിരുന്നു. സഹോദരനെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു. സഹോദരനെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. അതായിരുന്നു നാം 9-ാം തീയതി പഠിച്ച വചനം. ഇനി 10-ാം തീയതി പഠിച്ച വചനം കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് ഉണ്ടായ സംഭവമാണ് ഞാൻ നിങ്ങളോട് വിവരിച്ചത്. ഒപ്പം തന്നെ അതിൻ്റെ 2-ാമത്തെ വചനം, യേശുവും ശിഷ്യന്മാരും ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നു. അതായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയെ ക്ഷണിക്കുക. നമ്മുടെ ജീവിതം മാറിമറിയും. മധുരമില്ലാത്തതിനെ മധുരമുള്ളതാക്കി മാറ്റാനായിട്ടുള്ള കഴിവുള്ള കർത്താവ് നമ്മുടെ കൂടെ വേണം. കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. ഇനി 11-ാം തീയതി പഠിച്ച വചനം, ഫെബ്രുവരി മാസം 11-ാം തീയതി പഠിച്ച വചനം, സങ്കീർത്തന പുസ്തകം 23-ാം അധ്യായം 1-ാം വചനം. എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കർത്താവ് ഇടയനായിരിക്കട്ടെ, ബാക്കി ഒന്നിനും നമുക്ക് കുറവുണ്ടാവുകയില്ല. ഇനി 13-ാം തീയതി, 12-ന് നമുക്കില്ലായിരുന്നു, 13-ാം തീയതി പഠിച്ച വചനമാണ് ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം 7-ാമത്തെ വചനമായിരുന്നു. എന്താണ്? നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. അപ്പോൾ 9, 10, 11, 13 ദിവസങ്ങളിലെ വചനങ്ങൾ നാം പഠിച്ചു. ഇനി 14-ാമത്തെ ദിവസം, അതായത് ഇന്നലെ നാം പഠിച്ചത് സങ്കീർത്തനം 90. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച വചനങ്ങളെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള വചനങ്ങളാണ്, എല്ലാവർക്കും സുപരിചിതമായ വചനങ്ങളാണ്. അപ്പോൾ ഇന്നലെ പഠിച്ച വചനം 91-ാം സങ്കീർത്തനം 14-ാമത്തെ വചനമായിരുന്നു. അവൻ സ്നേഹത്തിനോട് എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അങ്ങനെ ഈ 5 വചനങ്ങൾ അറിയാവുന്ന വചനങ്ങളാണ്. ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിച്ചേ, ഒന്ന് പഠിച്ചേ, ഒന്ന് പറഞ്ഞേ. ദൈവത്തിൻ്റെ അഭിഷേകത്താൽ നിങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഞായറാഴ്ച നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന ഒരു ദിവസമായി ഇന്ന് മാറട്ടെ എന്ന് പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.